ഹായ്, നമ്മളിന്ന് കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാടാണ്. ഇത് സോബിൻ കാഞ്ഞങ്ങാട്. നമ്മൾക്കിപ്പോൾ ഇത് കാസർഗോഡ് മേഖല, കാസർഗോഡ് കാഞ്ഞങ്ങാട് ഭാഗം തന്നെ. ഇവിടെ തന്നെയല്ലേ വീട്? കറക്റ്റ് സ്ഥലം വെള്ളരിക്കുണ്ട്. പുള്ളി നല്ല രീതിയിൽ ഇത് ഉപയോഗിച്ച് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പണിയെടുക്കുന്നതാണ്. സോബിൻ ചേട്ടനെ കണ്ടപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച്, നമ്മൾ സ്പൈക്കിനെ കുറിച്ചൊരു അഭിപ്രായം അറിയാം, അതിന് വേണ്ടിയിട്ട് വിളിച്ചതാണ്. സോബിൻ ചേട്ടാ, ഇതൊക്കെ ഉപയോഗിച്ച് പണിയുമ്പോഴുള്ള ഒരു ഫീൽ എന്താണ്? സാധാരണ എടുക്കുന്നത് നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എടുത്ത് കഴിഞ്ഞാൽ നോർമൽ എടുക്കുമ്പോഴത്തേക്ക് എന്തായാലും ടയർഡാവും ഉച്ചയാകുമ്പോഴത്തേക്ക്. ഇത് നമുക്ക് ഒരു പ്രശ്നം തോന്നില്ല അതിനെക്കൊണ്ട്. കാരണം രാവിലെ ഇത് വെച്ച് കെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് തോന്നുന്നത് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരു പ്രശ്നമില്ല. പിന്നെ നമ്മൾ രാവിലെ തൊട്ട് പണിക്ക് പോകുന്നൊരു വിഷയമില്ല, ക്ഷീണമോ കാര്യങ്ങളൊന്നുമില്ല. പണി പിന്നെ അതുപോലെ പണി നല്ല എളുപ്പമാണ്. അതായത് ഇതിനടുത്ത് തന്നെ ഞങ്ങൾ വേറെ പണി സൈറ്റ് എന്ന് പറയുന്നത്, ഞങ്ങളിവിടെ ഏറുകയറിട്ടിട്ട് ടയറൊക്കെ വലിച്ചു കയറ്റി വരുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് മണ്ടേ കയറിയിട്ട് കമ്പടിച്ച് താഴെ ഇറങ്ങാനായിരുന്നു എന്ന് പറഞ്ഞ പോലെയാണ്. അത്ര സിമ്പിളാണ് നമുക്ക് പണി, അതാണ് ഉദ്ദേശിച്ചത്. പിന്നെ ഈ സ്പൈക്ക് തന്നെ മതി എന്ന് പറയുന്ന കുറേ ആളുകളുണ്ട്. അങ്ങനത്തെ ഒരു കാര്യം എന്നെ സംബന്ധിച്ച് നോക്കിയാൽ സ്പൈക്ക് ഉപയോഗിക്കുന്ന എന്നെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു കാര്യം ചിന്തിക്കാനോ വയ്യ. സേഫ്റ്റി റോപ്പും സേഫ്റ്റി ബെൽറ്റൊന്നും ഉപയോഗിക്കാതെ ഇരിക്കുന്നതിൽ ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. നമ്മൾ മറ്റുള്ളവർക്ക് ഇത് പറയുമ്പോൾ അവർക്ക് തോന്നണേ അതിന് കുഴപ്പമൊന്നുമില്ല, നമ്മൾ സാധാരണ അല്ലാതെ കയറുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ബെൽറ്റിൻ്റെ ആവശ്യമില്ല, സേഫ്റ്റി അങ്ങനത്തെ ആവശ്യമില്ല. നമുക്ക് ഈ കാലിലെ മുള്ളു മാത്രം മതി എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾ ചോദിക്കും. അതായത് സ്പൈക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ സേഫ്റ്റി ബെൽറ്റും കൂടെ ആണെങ്കിൽ നമുക്കതിന് കറക്റ്റ് പ്രോപ്പർ അത് യൂസ് ചെയ്യാൻ കഴിയുന്നുള്ളൂ. അതായത് നമ്മളുടെ വെയിറ്റിലാണ് സ്പൈക്ക് നിൽക്കുന്നത്. അത് നമ്മളിപ്പോ എല്ലാത്ത രീതിയിൽ നമ്മൾ ബെൽറ്റ് ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നോർമലി നമ്മളെ കയ്യിലായിരിക്കും കയറെറിഞ്ഞ് കൈ തൂങ്ങിയിട്ടായിരിക്കും സ്പൈക്ക് ചവിട്ടുക. അപ്പൊ ഈ ചവിട്ടിന് അത്ര ലോഡ് വരുന്നില്ല. അതായത് പകുതി മുക്കാൽ വെയിറ്റ് നമ്മളെ കയ്യിലായിരിക്കും ഉണ്ടാവുക. അങ്ങനെ വരുമ്പോഴാണ് ഇതിനൊരു റോങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ ആളുകൾ ചോദിക്കുമ്പോൾ അതിനെ കുറിച്ചാണ് പറയുമ്പോൾ ആർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ഇതാണ്. നമ്മൾ ഈ കാസർഗോഡ് ജില്ലയിൽ ആർക്കാണ് നമ്മുടെ ഈ സേഫ്റ്റി ഐറ്റംസ് എല്ലാം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സോബിൻ ചേട്ടനെ കോൺടാക്ട് ചെയ്യുക. അതിന് കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. അതിനിപ്പോൾ നിങ്ങൾക്കിത് സ്പൈക്കൊക്കെ ട്രെയിനിങ് വേണമെന്നുണ്ടെങ്കിൽ പുള്ളിനെ സമീപിക്കുകയാണെങ്കിലും അത് ചെയ്തു കൊടുക്കാമല്ലോ, ഒരു പ്രശ്നമില്ല. ഇനി ആരും എന്ന് പറഞ്ഞാൽ ട്രെയിനിങ് കൊടുക്കും, കാരണം വിഷയമല്ല. നമ്മളെ സംബന്ധിച്ചൊക്കെ അതിപ്പോൾ സ്പൈക്കൊക്കെ നമ്മൾ തന്നെ സ്വന്തം പ്രൊഡക്ഷൻ നമ്മൾ തന്നെ ചെയ്ത് എടുക്കുന്നതിന് ഈ ഐറ്റം നമുക്ക് സോബിൻ ചേട്ടൻ്റെ വഴി നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയും. കാസർഗോഡ് ജില്ലയിൽ ഏത് ഭാഗത്താണോ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിനെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ സോബിൻ ചേട്ടാ